തദ്ദേശ വാർഡുകളിലെ ഉപതെരഞ്ഞെടുപ്പിൽ എൽഡിഎഫിന് അട്ടിമറി വിജയം. തിരുവനന്തപുരത്തെ 2 വാർഡുകൾ ബിജെപിയിൽ നിന്ന് തിരിച്ചുപിടിച്ചു. കോർപ്പറേഷൻ വാർഡായ വെള്ളാറിലും ഒറ്റശേഖരമംഗലത്തുമാണ് അട്ടിമറി ജയമുണ്ടായത്. ഡാൻ കുര്യൻ ചേരുന്നുണ്ട്. ഡാൻ, ഇത്രയധികം ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്ന് പറയപ്പെടുമ്പോഴാണ് 2 വാർഡ് ബിജെപിയിൽ നിന്ന് പിടിച്ചെടുത്തിരിക്കുന്നത് സിപിഎം. എന്താണ് വിവരങ്ങൾ? ധന്യ, നമുക്കറിയാം നഗരസഭയുമായി ബന്ധപ്പെട്ട ഏറെ വാക്പോരുകൾ, വിവാദങ്ങളൊക്കെ ബിജെപിയും സിപിഎമ്മും തമ്മിൽ നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു. അതിനിടയിലാണ് ഈ രണ്ട് വാർഡുകൾ, അതായത് അട്ടിമറി വിജയത്തിലൂടെ എൽഡിഎഫ് തിരിച്ചു പിടിച്ചിരിക്കുന്നത്. അവിടെ തന്നെ ഒറ്റശേഖരമംഗലത്തും വെള്ളാറിലുമാണ് ബിജെപിയിൽ നിന്ന് ഈ വാർഡുകൾ രണ്ടും തിരിച്ചു പിടിക്കുന്ന തരത്തിലേക്ക് എൽഡിഎഫ് മിന്നുന്ന വിജയം നേടിയിരിക്കുന്നത്. സമാനമായ തരത്തിൽ പൂവച്ചൽ പഞ്ചായത്തിലെ കോവിൽവിള വാർഡ് ബിജെപി നിലനിർത്തുകയും ചെയ്തിരിക്കുന്നു. എന്തായാലും എൽഡിഎഫിനെ സംബന്ധിച്ച് ആശ്വാസകരമാകുന്ന ഒരു വിജയം. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുമ്പോൾ സംഘടനാ തലത്തിൽ കൂടുതൽ ആവേശം പകരുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പ് വിജയമായി മാറുകയാണ്. 2 വാർഡുകളിലേക്ക് നടന്ന ഈ ഉപതെരഞ്ഞെടുപ്പിലെ മിന്നുന്ന അട്ടിമറി വിജയം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു. അപ്പോൾ അതിനു മുമ്പായി നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ, അത് വാർഡ് തലത്തിലാണെങ്കിൽ പോലും, അത് എൽഡിഎഫിനുണ്ടാക്കുന്ന ആത്മവിശ്വാസം എന്താണ്? ബിജെപിക്ക് ഉണ്ടാക്കുന്ന ചെറുതെങ്കിലും വാർഡ് എന്നൊക്കെ പറയുമ്പോൾ ലോക്സഭയിൽ അതൊന്നുമല്ല പ്രതിഫലിക്കുക എന്നൊക്കെയുള്ള വാദങ്ങളുണ്ടാവും. എങ്കിൽ പോലും എത്ര ക്ഷീണമാണ് ഉണ്ടാക്കുന്നത്? ധന്യ, സ്വാഭാവികമായി നമുക്കറിയാം സംഘടനാ തലത്തിൽ വലിയ തരത്തിൽ ഉള്ള ഒരുക്കങ്ങളുമായി ഒരു മുഴം മുമ്പേ തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഇറങ്ങിയിരിക്കുകയാണ് എൽഡിഎഫ്. തീർച്ചയായിട്ടും സ്ഥാനാർത്ഥി പ്രഖ്യാപനം അടക്കം വൈകാതെ ഉണ്ടാകും. ആരൊക്കെയാണ് സ്ഥാനാർത്ഥികൾ എന്നുള്ള കാര്യമൊക്കെ അറിഞ്ഞിരിക്കുന്നതിന് പിന്നാലെയാണ് ഈ തദ്ദേശ വാർഡുകളുടെ ഉപതെരഞ്ഞെടുപ്പ് ഫലം വരുന്നത്. തീർച്ചയായിട്ടും പ്രവർത്തകർക്ക് വലിയൊരു ആവേശമായി മാറും. ആ ആവേശത്തോടെ തിരുവനന്തപുരത്ത് വലിയ തരത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ കളത്തിലേക്ക് ഇറങ്ങാൻ ഇപ്പോൾ ഈ 2 വാർഡുകളിലെ അട്ടിമറി വിജയം അവരെ സഹായിക്കുമെന്ന് തന്നെയാണ് വിലയിരുത്തുന്നത്. ഈ 2 വാർഡുകളുടെ മാത്രം കാര്യത്തിലേക്ക് വന്നാൽ എന്താണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്? ബിജെപിയുടെ കയ്യിലുള്ള വാർഡായിരുന്നു, അതെങ്ങനെ എൽഡിഎഫിലെത്തിയെന്നാണ് മനസ്സിലാക്കേണ്ടത്? സ്വാഭാവികമായി അത് നേരത്തെ എൽഡിഎഫ് ഭരിച്ചിരുന്ന വാർഡുകളാണ്. അവിടെയാണ് ബിജെപി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇത്തരത്തിൽ വലിയ വിജയം നേടിയത്. അപ്പോൾ മുതൽ തന്നെ സംഘടനാ തലത്തിൽ സിപിഎമ്മിനുള്ളിൽ അത് വലിയ തരത്തിലുള്ള ചർച്ചകൾക്കൊക്കെ വഴിവെച്ചിരുന്നു. അതിനുശേഷം മികച്ച സംഘടനാ പ്രവർത്തനത്തിലൂടെയാണ് ആ 2 വാർഡുകളും തിരിച്ചു പിടിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. എന്തായാലും അത് ബിജെപിക്കുള്ളിലും വലിയ ചർച്ചകൾക്ക് വഴിവെക്കും. കാരണം ഭരണത്തിൽ ഉണ്ടായിരുന്ന 2 വാർഡുകൾ ഒറ്റശേഖരമംഗലത്തും വെള്ളാറിലും എങ്ങനെ ആ വാർഡുകൾ നഷ്ടപ്പെട്ടു എന്നത് ബിജെപി കേന്ദ്രങ്ങളിലും വലിയ ചർച്ചകൾക്ക് തന്നെ വഴിവെക്കുമെന്നാണ് വിലയിരുത്തുന്നത്. ഇപ്പോ ഈ ജനവിധി തേടിയത്, ഇപ്പൊ സംസ്ഥാനത്ത് 23 തദ്ദേശ വാർഡുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. അവിടെയെല്ലാം എൽഡിഎഫിനുള്ള ഈ അട്ടിമറി ജയത്തിന് അപ്പുറത്തേക്ക് കൂടുതൽ വോട്ടുകൾ പോലും വന്നാൽ അത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ഏത് തരത്തിലായിരിക്കും എൽഡിഎഫ് അതിനെ ഉപയോഗിക്കുക? സ്വാഭാവികമായി തന്നെ നമുക്കറിയാം 23 തദ്ദേശ വാർഡുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. അതിൽ തന്നെ ഒരു മുനിസിപ്പാലിറ്റി, 4 മുനിസിപ്പാലിറ്റി വാർഡുകൾ, ഒരു കോർപ്പറേഷൻ വാർഡ്, അത്തരത്തിലായിരുന്നു ആ കണക്കുകൾ. സ്വാഭാവികമായി ഈ ഒരു 1.5 മണിക്കൂറിനകത്ത് നമുക്കൊരു വലിയ ഒരു കൃത്യമായ ചിത്രം വ്യക്തമാകും. അങ്ങനെയാണ് അവിടെ എൽഡിഎഫിന് മുൻതൂക്കം ലഭിക്കുന്ന തരത്തിലേക്കാണ് ഈ തദ്ദേശ വാർഡുകളിലെ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതെങ്കിൽ അത് വലിയ തരത്തിൽ പ്രവർത്തകർക്കിടയിൽ ആവേശമായി മാറാൻ തന്നെയാണ് സാധ്യത. ശരി, നന്ദി ഡാൻ. വെള്ളാറിലും ഒറ്റശേഖരമംഗലത്തുമാണ് ബിജെപി വാർഡുകൾ ഇപ്പോൾ പിടിച്ചെടുത്തിരിക്കുന്നത്. എൽഡിഎഫിന് അട്ടിമറി ജയത്തിലേക്ക് പോയിരിക്കുന്നു. ബിജെപി വാർഡുകൾ പിടിച്ചു എന്നുള്ളത് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ബലം ഇല്ലെങ്കിൽ ഒരു ശക്തി എന്ന തരത്തിൽ എൽഡിഎഫ് ഉയർത്തിക്കാട്ടാനുമുണ്ട്. ഈ നാടുകളിലേക്ക് അല്ലെങ്കിൽ വാർഡുകളിലേക്ക് ഇറങ്ങുമ്പോൾ എന്താണ് അവിടുത്തെ ജനവികാരം എന്നുള്ളതിന് തെളിവായി പോലും എൽഡിഎഫിന് കാണിക്കാൻ പറ്റുന്ന വിധിയിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങൾ എത്തുന്നത്. എൽഡിഎഫിന് അട്ടിമറി ജയമുണ്ടായിരിക്കുന്നു. ബിജെപി വാർഡുകളാണ് പിടിച്ചെടുത്തിരിക്കുന്നത്. അതിന്റെ ആത്മവിശ്വാസം തെരഞ്ഞെടുപ്പിലേക്ക്, ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിലേക്ക് കൂടി കൊണ്ടുവരാനായിരിക്കും എൽഡിഎഫ് ശ്രമിക്കുക. അതേസമയം കയ്യിലുണ്ടായിരുന്ന 2 വാർഡുകളാണ് ബിജെപിക്ക് നഷ്ടമായത്. അത് എത്ര വലിയ തിരിച്ചടി ബിജെപിയെ സംബന്ധിച്ചുണ്ടാക്കും എന്നുള്ളതും അറിയാം. എൽഡിഎഫിന്റേതായിരുന്ന 2 വാർഡുകൾ ബിജെപി പിന്നീട് പിടിച്ചെടുക്കുകയും അതിനുശേഷം ഇപ്പോൾ എൽഡിഎഫ് ആ വാർഡുകൾ തിരിച്ചെടുക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ്. ബിജെപിയുടെ വാർഡുകളാണ് സിപിഎം പിടിച്ചെടുത്തിരിക്കുന്നത് വെള്ളാറിലും ഒറ്റശേഖരമംഗലത്തും. ഇന്ത്യ